സംസ്കാരം നടക്കുകയാണ്. തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങളും മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളുമാണ് ഇവിടെ സംസ്കരിക്കുന്ന മതപ്രാർത്ഥനയോടെയൊക്കെ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹാരിസൺ മലയാളം പ്ലാന്റേഷൻസിൻ്റെ ഭൂമി വിട്ടുകൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ തന്നെയാണ് ഈ സംസ്കാരം നടക്കുക. പുത്തുമല മറ്റൊരു ദുസ്സഹമായ വേദനയ്ക്ക് കൂടി സാക്ഷ്യം വഹിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പുത്തുമലയിലുണ്ടായ മണ്ണിടിച്ചിലിൻ്റെ ദുരന്തം. അതിനുശേഷം മറ്റൊരു സംസ്കാരമാണ് ഇപ്പോൾ പുത്തുമലയിൽ തന്നെ നടക്കുന്നത്. ദീപക് ധർമ്മടം വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. ദീപക്, അവിടെ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയ ദുരന്തം നടന്ന ഒരു മണ്ണിൽ, പുത്തുമല ദുരന്തം നടന്നത് നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് 2019. ആ മണ്ണിലാണ് അതിനേക്കാൾ വലിയ, അതിൻ്റെ 10 മടങ്ങ് വലിയ ദുരന്തത്തിൻ്റെ ഇരകളെ കൂട്ടമായി സംസ്കരിക്കാൻ പോകുന്നത്. നമുക്കിവിടെ മേപ്പാടി പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുണ്ട്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നമ്മളോടൊപ്പം ചേരുകയാണ്. രണ്ടുപേരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണ്. എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാൻ പോകുന്നത്? എന്തൊക്കെ ക്രമീകരണമാണ് ചെയ്യാൻ പോകുന്നത്? ഒരു നാടിന് താങ്ങാവുന്നതിലപ്പുറത്തെ വലിയൊരു ദുരന്തമാണ്. നാടിന് താങ്ങാൻ പറ്റാത്ത ഏറ്റവും വലിയ ദുരന്തം. ഒരു ദുരന്തം 2018 കഴിഞ്ഞു. ആ ദുരന്ത ഭൂമിൻ്റെ സൈഡിലാണ് ഇപ്പോൾ നമ്മൾ ഈ സജ്ജീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാളും വലിയ, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അവരെ തിരിച്ചറിയാൻ പറ്റാത്ത ഏകദേശം 29 ഫുൾ ബോഡികളാക്കി ശരീര അവയവങ്ങൾ 40ഓളം ശരീരാവയവങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ശരീരാവയവങ്ങൾ പിന്നെ കുഴികൾ ഇപ്പം ഞങ്ങൾ ഏകദേശം സജ്ജീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ടുകിട്ടാനുള്ള പിന്നെ മൊത്തത്തിൽ കൊടുന്ന് വെച്ച് ാണ് നമുക്കിപ്പം ചേർന്നത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംസ്കാരം പുത്തുമലയിൽ നടക്കുന്നത്. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ദുരന്തത്തിൻ്റെ ബാക്കിപത്രം പോലെ തിരിച്ചറിയാൻ കഴിയാത്ത മൃതശരീരങ്ങളും മൃതശരീരത്തിൻ്റെ ഭാഗങ്ങളുമാണ് ഇവിടെ സംസ്കരിക്കുന്നത്. നിങ്ങൾക്കറിയുന്നത് പോലെ പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മാറിപ്പോയിരുന്നു. ഒരുപക്ഷെ മണിക്കൂറുകൾ വെള്ളത്തിനടിയിൽ കിടക്കുകയും മറ്റുള്ള ചെളിക്കുണ്ടുകളും പാറക്കൂട്ടങ്ങളും വന്ന് അതിൻ്റെ മുകളിൽ പതിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല. പല മൃതശരീരങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അത്തരം മൃതശരീരങ്ങളെല്ലാം കൂടിയാണ് ഇപ്പോൾ പുത്തുമലയിൽ പൊതുവായി സംസ്കരിക്കുന്ന. കൂട്ടപ്രാർത്ഥനകളും അതുപോലെ കൂട്ടമതാചാര പ്രകാരമാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ പുത്തുമല കണ്ട മറ്റൊരു ദുരന്തമായി ഇത് കലാശിക്കുന്നു. നമുക്കറിയുന്നത് പോലെ ഒരു രാത്രി മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടൽ വന്നപ്പോൾ ഇത്രയധികം മനുഷ്യർക്ക് ജീവനാശം വന്നു, ജീവഹാനി വന്നു എന്നുള്ളതാണ് പുത്തുമലയിൽ നടക്കുന്ന ഈ സംസ്കാരം നമ്മോട് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കറിയാം, 206 ആൾക്കാർ ഇനിയും കണ്ടെത്താനുണ്ട്. മരണം 359. ഇത് തന്നെ കൃത്യമായി കണക്കാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികളായി ഒരുപാട് പേർ ഇവിടുത്തെ ചില ലയങ്ങളിൽ താമസമുണ്ടായിരുന്നു. ലയം പൂർണ്ണമായും ഒഴുകിപ്പോയിരുന്നു. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത ഒരു സംസ്ഥാനത്ത് ആരൊക്കെയാണ് അവിടെ ഈ ഉരുൾപൊട്ടൽ സമയത്ത് ഉണ്ടായിരുന്നത്? ഒരു തവണ പൊട്ടി, പിന്നെയും പൊട്ടി എന്നുള്ളതാണ്. ഈ രണ്ടാം പൊട്ടലിലാണ് കൂടുതൽ വിനാശമുണ്ടായത്. പ്രകൃതി സംഹാര താണ്ഡവമാടിയ നിമിഷങ്ങളിൽ അനേകർക്കാണ് ജീവൻ നഷ്ടമായത്. ബന്ധുക്കളും ഉറ്റവരും ഉടയവരും നഷ്ടമായ ഒരുപാട് ആളുകൾ ജീവച്ഛവം പോലെ ഇപ്പോൾ ഈ വയനാടിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കണം. അതിനാണ് അതിബൃഹത്തായ ഒരു പദ്ധതി നമ്മൾ കൊണ്ടുവരുന്നത്. പ്രേക്ഷകർക്കറിയും പോലെ എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ജീവനക്കാരും സ്റ്റാഫും പ്രേക്ഷകരും ആർട്ടിസ്റ്റുകളും ലോകമെമ്പാടുമുള്ള 24 കണക്റ്റിൻ്റെ ആളുകളുമൊക്കെ ഒരു കൈത്താങ് നൽകാനായി ഒന്നിച്ചു ചേരുന്ന ബൃഹത് സംരംഭം. ഇത് എല്ലാ ട്രാൻസ്പെറൻസി നിലനിർത്തിയായിരിക്കും ഇതിലെ സംഭാവനകളൊക്കെ സ്വീകരിക്കുക. ചെറിയ പൈസയാണെങ്കിൽ പോലും ഒരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ, ചെറിയ നാണയത്തുട്ടിലൂടെ ഒരുപക്ഷെ നമുക്ക് ഒരു നാടിൻ്റെ കണ്ണീരൊപ്പാൻ നമുക്ക് പങ്കാളികളാകാം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ കുടുംബം വയനാടിനൊപ്പം, മൈ ഫാമിലി വിത്ത് വയനാട്. വയനാടിൻ്റെ ഏറ്റവും ലാഗണി നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ദുഃഖഭരിതരായ നാട്ടുകാരും ഈ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്ന ജീവനക്കാരും ഒക്കെയുള്ള ഒരു നാട്ടിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളുമായി സർക്കാരിനൊപ്പം ഒക്കെ നമ്മൾ ഉണ്ടാകും.